നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിവിധ മന്ത്രാലയങ്ങളിലും അതുപോലെ തന്നെ വിവിധ വകുപ്പ് ഓഫീസുകളിലും ഒഴിവുള്ള ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടത്താൻ പോകുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ തീയതി ജൂൺ 9 അതുപോലെ തന്നെ ജൂലൈ 4 രാത്രി 11 മണി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ജൂലൈ 5 രാത്രി 11 മണി വരെ. അതേപോലെ അപേക്ഷകൾ തിരുത്താനുള്ള തീയതി ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെയാണ്. അതേപോലെ പരീക്ഷാ തീയതികൾ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ എന്നാണ് കാണിച്ചിരിക്കുന്നത്. 2025 ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 30 വരെ Tier 1. അതേപോലെ Tier 2 2025 ഡിസംബർ മാസത്തിൽ നടക്കും. അതുപോലെ തന്നെ വിമൺ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് നിയമനം നടത്താനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2025 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഓരോ പേ ലെവലിലും വരുന്ന പോസ്റ്റുകൾ, അവയുടെ ശമ്പളം എത്രയാണ്, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഗ്രൂപ്പ് ബി ആണോ സി ആണോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പേ ലെവൽ 7ഉം പേ ലെവൽ 6ഉം ഉൾപ്പെട്ട പോസ്റ്റുകളും ശമ്പള നിരക്കും പ്രായപരിധിയും നോക്കാം. പേ ലെവൽ 7 44,900 മുതൽ 1,42,400 വരെയാണ് ശമ്പളം വരുന്നത്. അപ്പം പേ ലെവൽ 7ൽ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഡിപ്പാർട്ട്മെന്റും ഏജ് ലിമിറ്റും കൂടെ പറയുന്നുണ്ട്. ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഏജ് ലിമിറ്റ് 20 മുതൽ 30 വയസ്സ്. അതേപോലെ ASO, ഡിപ്പാർട്ട്മെന്റ് ഇന്റലിജൻസ് ബ്യൂറോ, ഏജ് ലിമിറ്റ് 18 മുതൽ 30. അതേപോലെ ASO, ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ്, AFHQ, ഏജ് ലിമിറ്റ് 20 മുതൽ 30 വയസ്സ്. നെക്സ്റ്റ് വീണ്ടും ASO, അത് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, ഏജ് ലിമിറ്റ് 18 മുതൽ 30. നെക്സ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഡിപ്പാർട്ട്മെന്റ് CBDT, പ്രായപരിധി 18 മുതൽ 30. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ആൻഡ് പ്രിവെന്റീവ് ഓഫീസർ എക്സാമിനർ, ഡിപ്പാർട്ട്മെന്റ് CBIC, പ്രായപരിധി 18 മുതൽ 30. നെക്സ്റ്റ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഏജ് ലിമിറ്റ് 18 മുതൽ 30. നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെന്റ് CBI, ഏജ് ലിമിറ്റ് 20 മുതൽ 30. നെക്സ്റ്റ് ഇൻസ്പെക്ടർ പോസ്റ്റ് നാർക്കോട്ടിക്സ് ബ്യൂറോ, DGFT, ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്. നെക്സ്റ്റ് പേ ലെവൽ 6 ശമ്പളം 35,400 മുതൽ 1,12,400 ആണ്. പേ ലെവൽ 6ൽ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് നോക്കാം. കൂടെ തന്നെ പോസ്റ്റ് അസിസ്റ്റന്റ് ASO വകുപ്പ് വരുന്നത് വിവിധ വകുപ്പുകളാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലെ ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്. അതേപോലെ നെക്സ്റ്റ് പോസ്റ്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് CBIC, പ്രായപരിധി 18 മുതൽ 30. അടുത്തത് റിസർച്ച് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഏജ് ലിമിറ്റ് 18 മുതൽ 30. അതേപോലെ നെക്സ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് അണ്ടർ C&AG, ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്. നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ, ഡിപ്പാർട്ട്മെന്റ് NIA, ഏജ് ലിമിറ്റ് 18 മുതൽ 30. അതേപോലെ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, ഡിപ്പാർട്ട്മെന്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏജ് ലിമിറ്റ് 18 മുതൽ 30. അതേപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതും ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഏജ് ലിമിറ്റ് 18 മുതൽ 32 വയസ്സ്. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഡിപ്പാർട്ട്മെന്റ് MHA, ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്. ഓഫീസ് സൂപ്രണ്ട്, അത് CBDT ആണ് ഡിപ്പാർട്ട്മെന്റ്, ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ്. നെക്സ്റ്റ് നമുക്ക് പേ ലെവൽ 5 അതേപോലെ പേ ലെവൽ 4ലും വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളെ പറ്റി നോക്കാം. ആദ്യം തന്നെ പേ ലെവൽ 5ൽ വരുന്ന ശമ്പളം 29,200 മുതൽ 92,300 ആണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ, ഡിപ്പാർട്ട്മെന്റ് C&AG, CGDA, മറ്റ് മന്ത്രാലയങ്ങളാണ് വരുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. നെക്സ്റ്റ് അക്കൗണ്ടന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് C&AG, അതേപോലെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. നെക്സ്റ്റ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മറ്റു വകുപ്പുകളാണ് വരുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്.
അതേപോലെ തന്നെ പേ ലെവൽ 4 വരുന്ന ശമ്പളം 25,500 മുതൽ 81,100 വരെയാണ്. പേ ലെവൽ 4 ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് വരുന്നത്. പോസ്റ്റ് നോക്കാം. പോസ്റ്റൽ അസിസ്റ്റന്റ്, അതേപോലെ സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. അതേപോലെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ UDC, ഇത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. നെക്സ്റ്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. നെക്സ്റ്റ് ടാക്സ് അസിസ്റ്റന്റ്, ഡിപ്പാർട്ട്മെന്റ് CBDT, അതേപോലെ CBIC, ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് നാർക്കോട്ടിക്സ് ബ്യൂറോ, ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ്. അപ്പോൾ ഇത്രയുമാണ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളും അതേപോലെ തന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റും ഏജ് ലിമിറ്റും വരുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയോ നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് 1/8/2025 അനുസരിച്ചാണ്. 18 മുതൽ 27 വയസ്സുള്ളവർക്കാണെങ്കിൽ 2/8/1998 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതേപോലെ തന്നെ 20 മുതൽ 30 വയസ്സുള്ളവർക്ക് 2/8/95 1/8/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതേപോലെ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ 2/8/95 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 18 മുതൽ 32 വയസ്സ് വരെ ഉള്ളവർക്ക് 2/8/1993 1/8/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതേപോലെ ഏജ് റിലാക്സേഷൻ കാറ്റഗറീസ് അത് നോക്കാം. നമുക്ക് റിലാക്സേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കാറ്റഗറി SC/ST ആണെങ്കിൽ 5 വർഷം വരെ നമുക്ക് ഇളവ് ലഭിക്കും. അതേപോലെ OBC ആണെങ്കിൽ 3 വർഷം, PWBD ജനറൽ ആണെങ്കിൽ 10 വർഷം, PWBD OBC ആണെങ്കിൽ 13 വർഷം, PWBD SC/ST 15 വർഷം വരെ ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മെൻ 3 വർഷം വരെ ഇളവ് ലഭിക്കും. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ജനറൽ ആണെങ്കിൽ 40 വയസ്സ് വരെ ഇളവുണ്ട്. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ. വിഡോ, ഡിവേഴ്സ്ഡ്, വിമൺ സെപ്പറേറ്റഡ് ഇവരാണെങ്കിൽ 35 വയസ്സ് വരെ ഇളവ് ലഭിക്കും. എന്നാൽ വിഡോ, ഡിവേഴ്സ്ഡ്, വിമൺ സെപ്പറേറ്റഡ് SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ ഇളവ് ലഭിക്കും. എക്സ് സർവീസ്മെന് ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ മാത്രമേ റിസർവേഷൻ ഉണ്ടാകൂ. ആർമഡ് ഫോഴ്സിൽ 15 വർഷം സർവീസ് നടത്തിയ 10ാം ക്ലാസ് പാസ്സായവർക്കും അവസരമുണ്ട്. അതുപോലെ തന്നെ PWBD വിഭാഗക്കാർക്ക് 10 മുതൽ 15 വർഷം വരെ ഇളവ് ലഭിക്കും. എന്നാൽ ചില പോസ്റ്റുകൾക്ക് ഡിസബിലിറ്റിക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ JSO അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതിയാകും. പക്ഷെ +2 മാത്സിൽ കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിഷയം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിരിക്കണം. അതിനോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നത് ഒരു വിഷയമായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അല്ലെങ്കിൽ 3 വർഷത്തെ 6 സെമസ്റ്ററിലും പഠിച്ചിരിക്കണം. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും ഡിഗ്രി മതിയാവും. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ 2025 ഓഗസ്റ്റ് 1 മുമ്പായിട്ട് പാസ്സായതായി തെളിയിക്കുന്ന ഡോക്യുമെന്റുകൾ ലഭ്യമായിരിക്കണം. അതേപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി നേടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഫാർമസി തുടങ്ങിയ കോഴ്സുകൾ ഉള്ളവരാണെങ്കിൽ ഡിസ്റ്റൻസ് മോഡിൽ ഈ കോഴ്സുകൾ എടുത്തിട്ടുള്ളതാണെങ്കിൽ UGC നിയമപ്രകാരം അത് അംഗീകരിക്കില്ല. പക്ഷേ ഇഗ്നോയിൽ 2009, 2010 വരെ എൻറോൾ ചെയ്തവരുടെ ബിടെക്, ഡിപ്ലോമ എഞ്ചിനീയറിംഗ് അംഗീകരിക്കും. ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഗ്രിയിലെ എല്ലാ വർഷങ്ങളുടെയും അല്ലെങ്കിൽ സെമസ്റ്ററുകളുടെയും മാർക്ക് ഷീറ്റുകൾ, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അതിന്റെ സാധ്യത തെളിയിക്കുന്ന ഈക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. candidates ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പുതിയ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. OTR 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്.
അപ്പോ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഒരിക്കൽ തയ്യാറാക്കിയാൽ SSCയുടെ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ ഒരു ആധാർ ഓതന്റിക്കേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, അതിനകത്ത് ഫോട്ടോ അതേപോലെ തന്നെ സൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ PWBD അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ റിസർവേഷൻ അല്ലെങ്കിൽ സ്ക്രൈബ് എന്നിവയ്ക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട അനക്ഷറുകൾ നോക്കണം നിങ്ങൾ. അനക്ഷർ 1 അല്ലെങ്കിൽ അനക്ഷർ 1A, അതുപോലെ തന്നെ അനക്ഷർ 12 to അനക്ഷർ 14 വരെ അതുമായിട്ട് ബന്ധപ്പെട്ട അനക്ഷറുകൾ ഉണ്ട്. ദെൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി കൊടുത്തിട്ടുണ്ട്, ജൂലൈ 4-ാം തീയതിയാണ്. അപ്പോൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രിവ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമുക്ക് അപേക്ഷാ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ നോക്കാം. ഫീസ് വരുന്നത് 100 രൂപയാണ്. ഫീസിൽ നിന്ന് ഒഴിവുള്ളവര് സ്ത്രീകൾ, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ്, PWBD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ESM ഇവർക്കാണ് ഫീസിൽ നിന്ന് ഒഴിവുള്ളത്. അപ്പൊ ഫീസ് അടയ്ക്കാവുന്ന മാർഗങ്ങൾ ഓൺലൈൻ വഴിയാണ് അടയ്ക്കാനുള്ളത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ SSCയിലേക്ക് ഫീസ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. SSC CGL അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തെറ്റുകൾ തിരുത്താനും അവസരം നൽകുന്നുണ്ട്. 2025 ജൂലൈ 9 മുതൽ 11 വരെ രാത്രി 11 മണി വരെയാണ് കറക്ഷൻ ചെയ്യാനുള്ള അവസരം ലഭ്യമാകുന്നത്. അപ്പോ അപേക്ഷാ തീയതി അവസാനിച്ച ശേഷം 3 ദിവസത്തെ പ്രത്യേക കാലയളവിലാണ് ഈ കറക്ഷൻ വിൻഡോ ലഭ്യമാകുന്നത്. അപ്പോ ആദ്യമായിട്ട് തെറ്റ് തിരുത്തിയിട്ട് വീണ്ടും പിഴവുണ്ടായാൽ നമുക്ക് രണ്ടാമതും വീണ്ടും കറക്ഷൻ ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ അപേക്ഷാ ഫീസ് വരുന്നത് ആദ്യത്തെ തിരുത്തലിന് 200 രൂപയും രണ്ടാമത്തെ തിരുത്തലിന് 500 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ എല്ലാ വിഭാഗത്തിനും ഈ ഫീസ് ബാധകമാണ്. SSC CGL പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിലായിട്ട് വിവിധ പരീക്ഷാ കേന്ദ്രങ്ങൾ SSC പുറത്തിറക്കിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് 3 പരീക്ഷാ കേന്ദ്രങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പരീക്ഷാ കേന്ദ്രം പിന്നീട് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് SSC റീജിയണും എക്സാം സെന്റേഴ്സ് നോക്കാം. സെൻട്രൽ റീജിയണിൽ വരുന്നത് വാരണാസി, പ്രയാഗ്രാജ്, കാൻപൂർ മുതലായവ. അതേപോലെ ഈസ്റ്റേൺ റീജിയണിൽ വരുന്നത് കൊൽക്കത്ത, ഭുവനേശ്വർ, റാഞ്ചി മുതലായവ. അതേപോലെ കർണാടക, കേരള റീജിയണിൽ വരുന്നത് തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, ബാംഗ്ലൂർ, മൈസൂർ, കണ്ണൂർ, കൊല്ലം തുടങ്ങിയവയാണ്. അതേപോലെ മധ്യപ്രദേശ് സബ് റീജിയൺ ഭോപ്പാൽ, ഇൻഡോർ, ജബൽപൂർ, റായ്പൂർ മുതലായവയാണ്. സദേൺ റീജിയണിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പുതുച്ചേരി വരുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, വിജയവാഡ, തിരുപ്പതി, മധുരൈ, കോയമ്പത്തൂർ, പുതുച്ചേരി മുതലായ വരുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ റീജിയണിൽ അത് മുംബൈ, പൂനെ, നാഗ്പൂർ, അഹമ്മദാബാദ് തുടങ്ങിയവ. അതേപോലെ നോർത്ത് വെസ്റ്റേൺ സബ് റീജിയണിൽ ജമ്മു, ഷിംല, ലുധിയാന, ശ്രീനഗർ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയണിൽ ഡൽഹി, ജയ്പൂർ, ഡെറാഡൂൺ മുതലായവ. അതേപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൺ ഗുവാഹത്തി, ഐസ്വാൾ, അഗർത്തല മുതലായ കേന്ദ്രങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ വന്നിരിക്കുന്നത്. സോ കേരളം, കർണാടക, ലക്ഷദ്വീപ് എന്നിവ KKR റീജിയന്റെ കീഴിലാണ്. അതിൽ കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ സെന്ററുകൾ ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. മറ്റ് പ്രധാന റീജിയനുകൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഉണ്ട്, സദേൺ, നോർത്തേൺ, വെസ്റ്റേൺ തുടങ്ങിയവയും വിവിധ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ പരീക്ഷാ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക, മാറ്റം അനുവദിക്കില്ല. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. എക്സാം 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും. Tier 1 Tier 2 2 ഘട്ടങ്ങളും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ Tier 1 പരീക്ഷാ സ്കീം എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനും 25 ചോദ്യങ്ങളാണ്. മൊത്തം 100 ചോദ്യങ്ങളും 200 മാർക്കും. സമയപരിധി പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറാണ്. സ്ക്രൈബ് ഉപയോഗിക്കുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ സബ്ജക്റ്റ് നമുക്ക് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ചോദ്യങ്ങൾ 25 മാർക്ക് 50. ജനറൽ അവയർനെസ് ചോദ്യങ്ങൾ 25 മാർക്ക് 50. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങൾ 25 മാർക്ക് 50. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ 25 മാർക്ക് 50. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.50 മാർക്ക് കുറയും. അതേപോലെ തന്നെ Tier 2 പരീക്ഷാ സ്കീം വരുന്നിട്ട് പേപ്പർ ഫസ്റ്റ്, പേപ്പർ സെക്കൻഡ് അങ്ങനെയാണ്. ഇപ്പൊ പേപ്പർ ഫസ്റ്റ് എല്ലാ കാൻഡിഡേറ്റ്സിനും നിർബന്ധമാണ്. പേപ്പർ സെക്കൻഡ് JSO ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപേക്ഷകർക്ക് മാത്രമാണ്. അപ്പോൾ പേപ്പർ ഫസ്റ്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. സെക്ഷൻ 1 ആൻഡ് 2 ആയിട്ടാണ്. സെക്ഷൻ 1 മാത്തമെറ്റിക്കൽ എബിലിറ്റീസ്, റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് സമയം 1 മണിക്കൂർ. സെക്ഷൻ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ് സമയം 1 മണിക്കൂർ. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് സമയം 15 മിനിറ്റ്. സെക്ഷൻ 4 ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആണ്. അതായത് 2000 കീ ഡിപ്രഷനുകൾ 15 മിനിറ്റ്. ഇത് എല്ലാ കാൻഡിഡേറ്റ്സിനും നിർബന്ധമാണ്. പക്ഷെ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയാകും. അതേപോലെ തന്നെ
ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ ആയിട്ടാണ് നടത്തുന്നത്. അതേപോലെ പെനാൽറ്റികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ ഫസ്റ്റ് സെക്ഷൻ 1, 2, 3 ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്ക് കുറവ് വരും. അതേപോലെ പേപ്പർ സെക്കൻഡ് ഓരോ തെറ്റായ ഉത്തരത്തിനും 0.50 മാർക്ക് കുറവുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് സിലബസ് ആണ്. പാർട്ട് 1 Tier 1 സിലബസ് 4 സെക്ഷൻ ആണ്. സെക്ഷൻ 1 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, സെക്ഷൻ 2 ജനറൽ അവയർനെസ്, സെക്ഷൻ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അത് 10th സ്റ്റാൻഡേർഡ് ലെവലായിരിക്കും. അതേപോലെ തന്നെ സെക്ഷൻ 4 ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇതിന്റെ ലെവൽ എന്ന് പറയുന്നത് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ഇത് ഇത്രയും ഗ്രാജുവേറ്റ് ലെവലിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 10th സ്റ്റാൻഡേർഡ് ലെവലിലും ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പാർട്ട് 2 Tier 2 സിലബസ് നോക്കാം. അതിൽ പേപ്പർ ഫസ്റ്റ് ഇത് എല്ലാ പോസ്റ്റിനും ഉള്ളതാണ്, കോമൺ ടു ഓൾ പോസ്റ്റ്. അതിൽ സെക്ഷൻ 1 പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് 10ാം ക്ലാസ് ലെവലും, പാർട്ട് ബി റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസും ആയിരിക്കും. അതേപോലെ അതിനകത്ത് തന്നെ സെക്ഷൻ 2 2 ഭാഗമുണ്ട്, പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് +2 ലെവലിലും, പാർട്ട് ബി ജനറൽ അവയർനെസ്സും ആയിരിക്കും. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ ആണ്. ഇതിൽ കമ്പ്യൂട്ടർ ബേസിക്കും അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്റർനെറ്റ്, ഇമെയിൽ, സൈബർ സെക്യൂരിറ്റി ഒക്കെ ആയിരിക്കും ഈ സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് പേപ്പർ സെക്കൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് ഗ്രാജുവേഷൻ ലെവലിലാണ്. ഈ പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് പോസ്റ്റുകൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. അപ്പോൾ Tier 1 എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കോമൺ ടെസ്റ്റ് ആണ്. Tier 2 പേപ്പർ ഫസ്റ്റ് എല്ലാവർക്കും വരും, പേപ്പർ സെക്കൻഡ് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് പോസ്റ്റുകൾക്ക് മാത്രമാണ്. അഡ്മിറ്റ് കാർഡ് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് 10 ദിവസത്തിനകം സെന്റർ, ടൈം ടേബിൾ എന്നിവ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അതേപോലെ പരീക്ഷയ്ക്ക് കൊണ്ടുവരേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട്, അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോകൾ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള ഫോട്ടോ ID, ഇത്രയുമാണ് നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോഴായിട്ട് കൊണ്ടുവരേണ്ടത്. പരീക്ഷാ രീതിയും യോഗ്യതയും എങ്ങനെയാണെന്ന് നോക്കാം. കുറഞ്ഞത് വേണ്ട മാർക്കുകളാണ് പറയുന്നത്. ജനറലിന് 30%, OBC EWS 25%, മറ്റ് വിഭാഗങ്ങൾ 20% ആണ് വേണ്ടത്. അതുപോലെ തന്നെ ടെസ്റ്റ് സെക്ഷൻ 4, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് പിഴവിനുള്ള പരമാവധി പരിധി എന്ന് പറയുന്നത് ജനറലിന് 20%, OBC EWS 25%, മറ്റ് വിഭാഗങ്ങൾക്ക് 30% ആണ്. അപ്പോൾ Tier 2 റിസൾട്ട് അടിസ്ഥാനമാക്കിയാണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. JSO, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നിവയ്ക്ക് പേപ്പർ സെക്കൻഡ് അടക്കം നോക്കും. അതേപോലെ സെക്ഷൻ 1 and 2 പാസ്സായാലേ സെക്ഷൻ 3 അതായത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആൻഡ് സെക്ഷൻ 4 അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് പരിശോധിക്കുകയുള്ളൂ. ഫൈനൽ റിസൾട്ടിന് ശേഷം യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറീസിന് അതായത് SC, ST, OBC, EWS, PWBD, ESM വിഭാഗങ്ങളിലെ കാൻഡിഡേറ്റ്സ് അതത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അത് ഹാജരാക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ssc.gov.in എന്ന സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.